ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിച്ചൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. എല്ലാവരും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്ന് എനിക്കൊരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട്. എല്ലാവരും തന്നെ ചോദിക്കാറുണ്ട്, ചേച്ചി ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായി, ഒരു 5 ദിവസമായി 6 ദിവസമായി, എനിക്ക് കുറച്ച് സിംറ്റംസ് കാണുന്നുണ്ട്, ഞാനൊന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടെ, ഞാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ പലരും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് എന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാനായിട്ട് സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ്. നമുക്കപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അണ്ഡാശയത്തിൽ നിന്ന് മൂപ്പെത്തിയിട്ടുള്ള ഒരു അണ്ഡം പുറത്തേക്ക് വരുന്നതാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഓവുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവുലേഷൻ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം പ്രഗ്നൻ്റ് ആയി എന്നല്ല. ഓവുലേഷൻ നടക്കുന്നത് നമ്മുടെ പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഈ ഒരു ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു അണ്ഡാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള ഒരു അണ്ഡം നിങ്ങളുടെ പുരുഷൻ്റെ ബീജവുമായി ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഫെർട്ടിലൈസേഷൻ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഈ ഒരു ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടില്ല. ഫലോപ്പിയൻ ട്യൂബ് വഴി യാത്ര ചെയ്ത് നിങ്ങളുടെ യൂട്രസിനകത്തേക്ക് എത്തി യൂട്രസിൻ്റെ എൻഡോമെട്രിയം ലൈനിങ്ങിൽ അറ്റാച്ച് ആകുന്നതിനെയാണ് ഇംപ്ലാന്റേഷൻ എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു ഇംപ്ലാന്റേഷൻ നടന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ആകും. ഇതാണ് HCG ഹോർമോൺ. ഈ HCG ഹോർമോണാണ് നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്ന് നിങ്ങളുടെ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൽ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത്. ഈ ഒരു HCG ഹോർമോൺ നിങ്ങളുടെ ശരീരത്തിൽ ഇൻക്രീസ് ആയി കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് വീട്ടിൽ ചെയ്യുന്നതിൽ നമുക്ക് പോസിറ്റീവ് കിട്ടുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഒരു ലാബിൽ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിൽ HCGയുടെ വാല്യൂ നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു HCG ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഇൻക്രീസ് ആയിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രഗ്നൻസി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോഴാണോ ഒരു പീരിയഡ്സിൻ്റെ ഡേറ്റ് വരുന്നത്, ഒരു എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡേറ്റ് വരുന്നത്, ആ ഒരു ദിവസം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതിനുശേഷം നിങ്ങളിപ്പോൾ പീരിയഡ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഡേറ്റിന് മുൻപായിട്ട് നിങ്ങൾക്ക് മറ്റു പല പ്രഗ്നൻസി ലക്ഷണങ്ങളും വരുന്നുണ്ടെങ്കിൽ, അതായത് നേരത്തെ ഉണ്ടാകാത്ത പ്രിമെൻസ്ട്രൽ സിംറ്റമായിട്ട് നിങ്ങളിൽ കാണാത്ത തരത്തിലുള്ള ലക്ഷണങ്ങളെല്ലാം നിങ്ങളിൽ പുതിയതായിട്ട് കണ്ടുവരുന്നുണ്ടെങ്കിൽ, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ പ്രഗ്നൻസിയുടെ ആ പീരിയഡ്സിൻ്റെ ഡേറ്റ് നിങ്ങൾക്ക് മിസ്സാവുന്നതിന് മുൻപ് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പ്രഗ്നൻസി ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് നിങ്ങൾക്ക് ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല എങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ ഒരു പീരിയഡ്സ് മിസ്സാകുന്ന ദിവസം വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം ഓരോരുത്തരുടെ ശരീരപ്രകൃതിയും ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ പലരിലും HCG ഹോർമോൺ ഇൻക്രീസ് ആകുന്നതിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാക്കും, ദിവസത്തിലും വ്യത്യാസം ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല, നമ്മൾ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു, നമുക്ക് നെഗറ്റീവ് കിട്ടുന്നു. ഈ നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു കെയറും നമ്മുടെ ശരീരത്തിൽ കൊടുക്കില്ല. നമ്മൾ ഫുഡിൽ ശ്രദ്ധിക്കില്ല, നമ്മൾ നമ്മുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കില്ല, നമ്മൾ ചെയ്യുന്ന ജോലികളിൽ ശ്രദ്ധിക്കില്ല, നമ്മൾ ചിലപ്പോൾ ഫിസിക്കൽ കോണ്ടാക്റ്റ് കൂടുതലായിട്ടും ചെയ്യാനായിട്ടും സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിൽ പിടിച്ചു കിട്ടുന്ന ആ ഒരു പ്രഗ്നൻസി ചിലപ്പോൾ മിസ്കാരേജ് ആയി പോകുന്നതിനും കെമിക്കൽ പ്രഗ്നൻസി ആകുന്നതിനും ഒക്കെ അത് കാരണമാകും. അപ്പോൾ അതുകൊണ്ട് സിംറ്റംസ് നേരത്തെ കാണുന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് നിങ്ങൾക്ക് കണ്ടു തുടങ്ങുന്ന ലക്ഷണങ്ങളാണ് അതെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നേരെ മറിച്ച് നിങ്ങൾ സിംറ്റംസ് ഒന്നും കാണുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പീരിയഡ്സ് മിസ്സാകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. പീരിയഡ്സ് മിസ്സായിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്റ്റിൽ പീരിയഡ്സ് ആയിട്ടില്ല എങ്കിൽ നിങ്ങൾ പിന്നീട് ഒരു 5 ദിവസം കൂടി വെയിറ്റ് ചെയ്യുക. 5 ദിവസം കഴിഞ്ഞിട്ട് എഗെയിൻ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീട്ടിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ലാബിൽ പോയിട്ട് ബീറ്റ HCG ബ്ലഡ് ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ നിങ്ങളുടെ ശരീരത്തിലെ HCG ഹോർമോണിൻ്റെ അളവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 5 യൂണിറ്റിന് മുകളിലോട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം. 5 യൂണിറ്റിന് താഴെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ആണ് എന്നാണ് അതിനർത്ഥം. സാധാരണയായിട്ട് ബീറ്റ HCGയുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. എന്നാൽ നമ്മൾ വീട്ടിലെ ഒരു ഹോം പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ചെയ്യുമ്പോൾ ആ കാർഡിൻ്റെ റേറ്റ് വരുന്നത് 50 രൂപയാണ്. ഈ കാർഡ് നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ 99% വരെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതിന് അത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പീരിയഡ്സ് മിസ്സായിട്ടൊരു 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊരു മോർണിംഗിലെ ഫസ്റ്റത്തെ യൂറിൻ എടുത്തിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ 50 രൂപയ്ക്ക് മേടിച്ച കാർഡിൽ തന്നെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും.
പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. അവർ പറയുന്ന ഗൈഡ് ലൈൻസും ഡിറക്ഷൻസും അനുസരിച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് യൂറിൻ എടുക്കുന്നു. ആ യൂറിൻ നിങ്ങൾ എത്ര ഡ്രോപ്സ് അവർ ഒഴിച്ചു കൊടുക്കാനാണോ പറയുന്നത് അത്രയും ഡ്രോപ്സ് യൂറിൻ നിങ്ങൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് ആ ഒരു സമയത്ത് തന്നെ കിട്ടും. അതിൽ ആ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റിൻ്റെ ആ ഒരു കാർഡിൽ പറഞ്ഞിട്ടുള്ളത് എത്ര സമയം വരെ വെയിറ്റ് ചെയ്യാനാണോ അത്രയും സമയം മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ടെസ്റ്റിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക കേട്ടോ. അതല്ലാതെ നിങ്ങൾ കാർഡ് ഡിസ്പോസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കാണുന്ന റിസൾട്ടിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യരുത്. കാരണം അതൊരു ഇവാപ്പറേഷൻ ലൈനാണ്. ആദ്യത്തെ ലൈനിൻ്റെ എഫക്റ്റ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന രണ്ടാമത്തെ ലൈനായിരിക്കും കേട്ടോ അത്. അപ്പോൾ ഇത്ര നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു ലക്ഷണങ്ങളുള്ള സമയത്ത് തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും നിങ്ങൾക്ക് കാണുന്നില്ല എങ്കിൽ മാക്സിമം പീരീഡ്സ് മിസ്സായിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോഴും നെഗറ്റീവ് ആണെങ്കിൽ ഒരു 5 ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.